കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവരും ഒരേ രീതിയിൽ ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല എന്നതും നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്നാലും ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന വി ഡി സതീശൻ ഞങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷേ മറ്റു പലരും കോൺഗ്രസ് തന്നെ വർക്കിംഗ് പ്രസിഡന്റ് അനിൽകുമാർ, അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒക്കെ SDP തള്ളിപ്പറയുന്നില്ല. അപ്പോൾ കോൺഗ്രസ് പൊതുവായൊരു നിലപാടിലേക്കാണ് വന്നിട്ടില്ല. പിന്തുണ എന്ന് വെച്ചാൽ പലരും ഇപ്പോൾ ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഞങ്ങളുമായി ഒരു മുന്നണി ചർച്ച നടത്തുകയോ SDP പിന്തുണ വേണമെന്ന് ഏതെങ്കിലും മുന്നണിയോ മുന്നണിയിലെ ഘടകകക്ഷികളോ നേരിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ മത്സരിക്കാത്ത ഇടങ്ങളിലൊക്കെ അവിടുത്തെ സ്ഥാനാർത്ഥികളും അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാക്കന്മാരും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർക്ക് ബന്ധപ്പെട്ട് അവരാവശ്യപ്പെടുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അത് ആരും ചെയ്യും. അത് കാരണം അതാ പറഞ്ഞത്, ഒരു പാർട്ടി എന്ന നിലക്കുള്ള രീതിയിൽ പിന്തുണ തേടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ പ്രവർത്തകന്മാരോട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രാദേശികമായി തലങ്ങളിൽ അവർ വോട്ട് ചോദിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ടാവും. ഇല്ല, എന്തൊക്കെയാണെങ്കിലും സ്വതന്ത്രന്മാരാണെന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷെ അവിടെ പ്രശ്നം അവരുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് അവരല്ല, ഒരു മുന്നണിയാണ്. അതിനർത്ഥം അവരൊരു മുന്നണിയുടെ വിപ്പിനും അവരുടെ മുന്നണിയുടെ മറ്റ് തീരുമാനങ്ങൾക്കും അവർ വിധേയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വതന്ത്രന്മാരാണെങ്കിൽ പോലും നമുക്ക് ആ നിലക്ക് അവരെ സ്വതന്ത്രന്മാരായി കാണാൻ കഴിയില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഞങ്ങളുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞവർക്ക് വോട്ട് നൽകേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കുകയും സർക്കാരിന്റെ പ്രവർത്തനത്തിൽ തൃപ്തമാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് LDF-നാണ് കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞത്. അപ്പൊ ആ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സാഹചര്യം മാറിയോ? അല്ല, ഞാൻ ഇപ്പോഴൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും മാറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞതിന് ഇപ്പോഴും പറഞ്ഞുള്ളൂ. നമ്മൾ പരസ്യമായി ഒരു പ്രഖ്യാപനം നമ്മൾ നടത്താൻ നമുക്ക് പ്രയാസമുണ്ട്. പ്രയാസം എത്ര കാര്യമുള്ളൂ. അതായത് നമ്മൾ മത്സരിക്കുന്നു, 36 നമ്മൾ മത്സരിക്കുന്നു, ഒരു മുന്നണിയും ഭാഗമല്ല. ആ ഒരു മുന്നണിയുടെ ഭാഗമല്ലാത്ത മുന്നണി സംവിധാനം വളരെ ശക്തമായുള്ള ഒരു സംസ്ഥാനത്ത് ഒരു മുന്നണിയുടെ ഭാഗമല്ലാത്ത രാഷ്ട്രീയ പാർട്ടി മറ്റു മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി വേറെ മുന്നണിക്ക് വോട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വോട്ട് പ്രഖ്യാപിക്കുന്നത്, വോട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് രാജ്യസഭ അനുസരിച്ച് വോട്ട് ചെയ്യുന്നതാണ്. അത് ചെയ്യും. പക്ഷേ നമ്മളൊരു പരസ്യ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ട എന്നാണ് പാർട്ടിയുടെ തീരുമാനം. ഒരു തീരുമാനമാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിച്ച നിങ്ങൾ ഞങ്ങൾ LDF-ന് ഒരു സമ്പൂർണ്ണമായ സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തത്. നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സമ്പൂർണ്ണമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. അത് ഞങ്ങൾ ഇപ്പോഴും അത് തന്നെ പറയുന്നു. ഒരു സമ്പൂർണ്ണമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. എന്നാൽ അത് കേസ് ബൈ കേസാണ്. ചില കാര്യങ്ങളിൽ അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ ഞങ്ങൾ CPM ലീഡ് ചെയ്യുന്ന ഈ മുന്നണിക്കെതിരെ ഭരണത്തിനെതിരെ ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മളൊരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടത് വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ സുരക്ഷ, ഇത്തരം കുറേ കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു വലിയ വികാരം ഇപ്പം തന്നെ നിങ്ങൾ തന്നെ കൊടുത്തിൽപ്പെട്ട ചാനലുകളൊക്കെ നടത്തിയ 140 മണ്ഡലങ്ങളിൽ അവർ സർവേ നടത്തി എത്തിപ്പെട്ടിട്ട് അവസാനം നടത്തിയ വിശകലനത്തിൽ അവർ തന്നെ പറയുന്നുണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലില്ല. അപ്പോൾ അത് ഞങ്ങൾ 2 മാസം മുമ്പേ പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങളെ പലരും വിമർശിച്ചിരുന്നു. ആ വിമർശിച്ചവരുടെ കൂടെ നിൽക്കുന്ന ചാനലുകൾ വരെ ഇപ്പോൾ പറയുന്നത് അതില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ നടത്തിയ ഞങ്ങളുടെ പ്രസ്താവന അല്ലെങ്കിൽ ഞങ്ങളുടെ നിരീക്ഷണം അത് ശരിയാണ് എന്ന് ഇപ്പോൾ കേരളം അംഗീകരിക്കുന്നു എന്നതാണ്.